നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തെ CPM തേച്ചു. ഇപ്പോൾ മുക്കത്തെ സഹായിക്കാൻ സമസ്തയുമില്ല, ലീഗുമില്ല, CPM ഇല്ല എന്നതാണ് അവസ്ഥ. താമസിക്കാതെ അദ്ദേഹം സമസ്തയിൽ നിന്നും പുറത്താകും. മലപ്പുറത്ത് CPM സംഘടിപ്പിച്ച വഖഫ് നിയമവും UDFന്റെ കീഴടങ്ങലും എന്ന സെമിനാറിൽ മുക്കത്തെ പങ്കെടുപ്പിച്ചാണ് CPM പണി കൊടുത്തത്. സമസ്തയിലും ലീഗിലും കലാപമുണ്ടാക്കി സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നത്. സമസ്ത എന്നത് UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പണ്ഡിത സദസ്സാണ്. സമസ്തയെ ലീഗിൽ നിന്നും അടർത്തിയെടുക്കാൻ നേരത്തെയും പിണറായിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനെയും ജലീലിനെയും അബ്ദുറഹ്മാനെയും ഉപയോഗിച്ചായിരുന്നു CPM പിണറായിയും കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ സമസ്തയെ ദുർബലപ്പെടുത്തി ലീഗിന്റെ പിന്നണി കക്ഷിയാക്കി മാറ്റാൻ ലീഗ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയിരുന്നു. അന്നും ഇന്നും സമസ്തയ്ക്കുള്ളിൽ ഇടതുപക്ഷക്കാരനായി ഉമർ ഫൈസി തുടർന്നു. എന്നാൽ CPM ദുർബലപ്പെടുത്തുകയും ഇടതുമുന്നണി ചരിത്രത്തിൽ നിന്നും നിഷ്ക്രമിക്കുകയും ചെയ്തതോടുകൂടി ഉമർ ഫൈസിയുടെ കാര്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതാണ് സമസ്ത നിലപാട് കടുപ്പിച്ചപ്പോൾ ഉമർ ഫൈസി വിശദീകരണവുമായി രംഗത്തെത്തിയത്. വഖഫ് ബോർഡിൽ അമുസ്ലിംകളെ അംഗങ്ങളാക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ സ്വീകരിച്ച നിലപാട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞിരുന്നു. ഭേദഗതി ചെയ്ത വഖഫ് നിയമനത്തിനെതിരായ നിയമ പോരാട്ടത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് മുസ്ലിങ്ങളെ ലീഗിന് എതിരാക്കാനുള്ള പിണറായിയുടെ തന്ത്രമായിരുന്നു. മലപ്പുറത്ത് CPM സംഘടിപ്പിച്ച വഖഫ് നിയമവും UDFന്റെ കീഴടങ്ങലും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. അമുസ്ലിമുകളെ വഖഫ് ബോർഡിൽ അംഗങ്ങളാക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതുവരെ തീരുമാനമെടുക്കില്ലെന്ന സർക്കാരിന്റെ പുതിയ നിലപാടിനെ അദ്ദേഹം വിമർശിച്ചു. കോടതിയിലെ കേസ് ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള കുറുക്കുവഴികൾ സർക്കാർ സ്വീകരിക്കുന്നതും അദ്ദേഹം പറഞ്ഞു. CPM സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഷോൺ ജോർജിനെ അനുകൂലിച്ച സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചെന്ന് ഉമർ ഫൈസി ആരോപിച്ചു. 2 RSS അംഗങ്ങളെ വേണമെങ്കിൽ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താമെന്നും അതിലൂടെ മതപരമായ നിലപാട് തകരുന്നതിൽ പ്രശ്നമില്ലെന്നുമാണ് സർക്കാർ സ്വീകരിച്ച നിലപാടെന്നും അദ്ദേഹം ആരോപിച്ചു. വഖഫ് ബോർഡ് പുനർസംഘടനാ വിഷയത്തിൽ കള്ളവും തെറ്റിദ്ധാരണകളും നിരന്തരമായി പ്രചരിപ്പിക്കുകയാണ്. CPM ബോർഡിലേക്ക് ഇടത് സർക്കാർ നോമിനേറ്റ് ചെയ്ത ചെയർമാൻ KS ഹംസയും അംഗം ഉമർ ഫൈസി മുക്കവുമെന്ന് സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കൾ കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡിലെ ഒഴിവിലേക്ക് 2 RSSകാരെ നിയമിക്കാമെന്ന് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന പച്ചക്കള്ളം CPM വേദിയിൽ പ്രസംഗിക്കുക വഴി കേരള മുസ്ലിങ്ങളുടെ മുഖ്യധാര പണ്ഡിത സംഘടനയായ സമസ്തയെ പൊതുസമൂഹത്തിൽ അപമാനിതരാക്കിയ മുക്കം ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴേക്കും അന്നത്തെ സംസ്ഥാന സർക്കാർ കേരളത്തിൽ വഖഫ് ബോർഡ് പുനർസംഘടിപ്പിച്ച മുൻകാലങ്ങളിൽ ജനാധിപത്യപരമായി മുത്തവല്ലിമാരുടെ പ്രതിനിധികൾക്ക് മത്സരിച്ച് തെരഞ്ഞെടുക്കാനുള്ള അവസരം ഒഴിവാക്കാനാണ് കേന്ദ്ര നിയമത്തിന്റെ മറപിടിച്ച് ധൃതിപ്പെട്ട് LDF സർക്കാർ പുനർസംഘടന നടത്തിയത്. മുത്തവല്ലിമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർ കാലങ്ങളോളമായി സമസ്തക്കാർ മാത്രമായതിനാൽ അവരെ തഴഞ്ഞ് തങ്ങൾക്ക് വഴങ്ങുന്നവരെ ഉൾപ്പെടുത്താനാണ് അന്ന് സർക്കാർ പെട്ടെന്ന് പുനർസംഘടിപ്പിച്ച. എന്നാൽ 2 അമുസ്ലിങ്ങൾ ബോർഡിൽ വേണമെന്ന നിയമത്തെ പിന്നീട് അംഗീകരിക്കേണ്ടി വരുമെന്ന് നിയമത്തെ പിന്തുണച്ചതിലൂടെ വ്യക്തമാക്കിയിരുന്നു. 2 അംഗങ്ങൾക്ക് ഒഴിവിട്ട് പുനർസംഘടിപ്പിച്ചപ്പോൾ അമുസ്ലിങ്ങളെ നിയമിക്കില്ലെന്ന് അന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തി പുനർസംഘടന പൂർത്തിയാക്കുന്നതിന് തങ്ങൾക്ക് വിരോധമില്ലെന്നാണ് ബോർഡ് ചെയർമാൻ KS ഹംസയും ഉമർ ഫൈസിയും മുക്കവും സുപ്രീം കോടതിയെ അറിയിച്ചത്. കോടതിയിൽ ഇങ്ങനെ സത്യവാങ്മൂലം നൽകുകയും പുറത്ത് രാഷ്ട്രീയ വേദികൾ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ ഇപ്പോഴത്തെ സർക്കാർ ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്നാരോപിക്കുകയും ചെയ്യുന്ന കാപട്യം പണ്ഡിതന് മാത്രമല്ല ഒരു വിശ്വാസിക്ക് പോലും ചേർന്നതല്ല. ബോർഡ് മുഴുവനായി പുനർസംഘടിപ്പിക്കാൻ കോടതി കേരള സർക്കാരിന് അനുമതി നൽകിയതോടുകൂടി നിലനിൽപ്പ് നഷ്ടപ്പെടുമെന്ന ഭയപ്പെട്ടാണ് പരസ്പര വിരുദ്ധമായ പ്രസ്താവന നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. സമസ്തയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യവും ശക്തവുമായ നടപടികൾ അടിയന്തരമായി നേതൃതലത്തിൽ നിന്ന് ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. വഖഫ് വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെയും മുസ്ലിങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനവുമാണ് CPM വേദിയിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നടത്തിയത്. വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രതിനിധികളെ വഹിക്കാത്തതിനാൽ അത് പൂർണ്ണമല്ലെന്നും ബോർഡ്
ബോർഡ് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സംസ്ഥാന സർക്കാർ ഷോണിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. 2 RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചോളാമെന്നാണ് സർക്കാർ എടുത്ത നിലപാട്. മുസ്ലിം ലീഗിന്റെ വകുപ്പാണ്. ആ വകുപ്പിലെ അഭിഭാഷകനാണ് കോടതിയിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നും സമസ്ത മുഷാവറ അംഗം പറഞ്ഞു. ഇത്തരമൊരു നിലപാട് അവർ സ്വീകരിക്കാൻ കാരണം ഹംസയും താനുമാണെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. KS ഹംസയെ അവർക്ക് തൃപ്തികരമല്ല, പിന്നെയുള്ള സഖാവ് ഉമർ ഫൈസിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സഖാവാണെന്ന് അവരാണ് പറയുന്നത്. ഞങ്ങളുള്ള ബോർഡ് വേണ്ട എന്നാണ് അവരുടെ തീരുമാനം. മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, അത് തകർന്നാലും തരക്കേടില്ല. ഹംസയും ഉമർ ഫൈസിയും മാറണം. അതിന് ഷോൺ ജോർജിനെ പിന്തുണച്ചാലും തരക്കേടില്ല, RSSനെ കൂടെ കൂട്ടിയാലും തരക്കേടില്ല എന്നാണ് ഉമർ ഫൈസി പറഞ്ഞത്. RSSന്റെ വാദത്തിന് ഒപ്പം നിന്ന് തരം താഴേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ എന്നും സർക്കാരിനോടും ലീഗിനോടും ഉമർ ഫൈസി പറഞ്ഞു. മതത്തിന്റെ പേരിലുള്ള പാർട്ടികളും പൊതുജനങ്ങളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ കെണിഞ്ഞ ശ്രമത്തിൽ കൂടിയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉമർ ഫൈസി ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാനിൽ മദ്യത്തെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ ഓരോ കാര്യത്തിലും അവർ വിചാരിക്കാതെ തന്നെ ഓരോ ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ഈ ഒരു നിലപാട് കൂടെയാണ് നമ്മൾ ഈ സർക്കാരിനെ കാണേണ്ടതെന്നും സംസ്ഥാന നേതാവ് പറഞ്ഞു. എന്നാൽ മുക്കത്തിനെതിരെ ലീഗ് നേതൃത്വവും സംസ്ഥയും രംഗത്തെത്തിയതോടുകൂടി ഉമർ ഫൈസി ഭയന്ന നിലപാട് മാറ്റി. CPM മലപ്പുറം നടത്തിയ വഖഫ് സെമിനാറിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണ് എന്ന് സമസ്ത മുഷാവറ അംഗം മുക്കം ഉമർ ഫൈസി പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിലും സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് ബോർഡുമായ തനിക്കെതിരെയും നടക്കുന്ന തെറ്റായ പ്രചരണങ്ങളും വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വഖഫ് ബോർഡ് അംഗമാണ് എന്ന നിലയിൽ തന്റെ ബാധ്യത കൂടിയാണതുകൊണ്ടാണ് പരിപാടിയിൽ സംബന്ധിച്ച പ്രസ്തുത സെമിനാറിൽ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ വിവിധ സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ മാത്രമാണ് പ്രസംഗത്തിലൂടെ ചെയ്തതെന്നും ഉമർ ഫൈസി പറഞ്ഞു.